ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയിപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഇന്നത്തെ ദിവസം ഞാനൊരു 6:45 ആയപ്പോൾ തന്നെ കിച്ചണിലോട്ടേക്ക് കയറിയിരിക്കുന്നു കേട്ടോ. നമ്മൾ പണിയെല്ലാം തീരണമെങ്കിൽ രാവിലെ എണീക്കണം. രാവിലെ എണീച്ചാൽ മാത്രം പോരാ, നമ്മൾ നൈറ്റ് കിടക്കുമ്പം കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ട് തന്നെ കിടക്കുക. പാത്രമെല്ലാം കഴുകിയിട്ടും കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടെല്ലാം കിടക്കുക കേട്ടോ. അങ്ങനെയാകുമ്പോൾ പിറ്റേ ദിവസം നമുക്ക് കിച്ചണിലോട്ടേക്ക് വരുമ്പം കൂടുതൽ ടൈം നമുക്ക് കിട്ടും കേട്ടോ പണിയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഒരു പോസിറ്റീവ് വൈബ് തന്നെ ആയിരിക്കും നമുക്ക് പണിയെടുക്കാൻ. അപ്പം നിങ്ങൾ ഇനി അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ അതിലൊന്ന് ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു മാറ്റം അറിയും. ഞാനിപ്പോൾ തലേന്ന് തന്നെ കിച്ചണിലും ക്ലീൻ ആക്കിയിട്ടിന് കേട്ടോ. എന്നെക്കൊണ്ട് എത്രമാത്രം ക്ലീൻ ആക്കിയിടാൻ പറ്റുമോ അത്ര തന്നെ ഞാൻ തലേ ദിവസം കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പം നേരെ നമ്മൾ പണികളിലേക്ക് കടക്കാം. അതിന് മുന്നേ ഉപ്പ പണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഉപ്പാക്കുള്ള കട്ടൻ ചായ കൊടുക്കുന്നതാണ്. എൻ്റേത് ചെറിയ ഗ്ലാസ്സാണ് കേട്ടോ. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ചെറുതാണ് കേട്ടോ. ഞാൻ അത് തിരഞ്ഞെടുത്തതാണ് കേട്ടോ, ചെറിയ ഗ്ലാസ്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് മക്രോണിയാണ് കേട്ടോ. അപ്പം കുറച്ച് അളവിൽ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഈ മക്രോണി ഒന്ന് തിളപ്പിച്ചെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിതാ വെള്ളമെല്ലാം ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ ഉപ്പും ഓയിലെല്ലാം ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം അത് നല്ലോണം തിളച്ച് വരട്ടെ. ഈ സമയം കൂടി ഞാൻ ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കലാണ്. ഉച്ചക്കത്തെ കറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ വയനാട്ടുകാരുടെ ദേശീയ കറി എന്നെല്ലാം പറയാം കേട്ടോ. അതിന് വടക്കന്മാരാണോ തെക്കന്മാരാണോ അത് വെക്കുന്നതെന്ന് എനിക്കറിയില്ല. എന്നാലും മിക്ക വീട്ടിലുകളിലും ഈ ഒരു കറി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വേറൊന്നല്ല, നമ്മൾ മുതിര അരച്ചിട്ട് കറി വെക്കുമല്ലോ, ആ കറിയാണ് വെക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് മുതിരയെല്ലാം ഒന്ന് വറുത്തെടുക്കണം. അപ്പം അത് വറുത്തെടുക്കുന്നതാണ് കേട്ടോ ഞാൻ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് വറുത്തിട്ട് എടുക്കാനായിട്ടാ. ഇനിയിപ്പം ഇതേ സമയം വെള്ളമെല്ലാം ഒന്ന് തിളച്ച് വന്നപ്പം ഞാൻ ഇതിലേക്ക് 1 കപ്പ് മക്രോണി ഇട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മക്രോണി അറന്നൊന്ന് തിളക്കട്ടെ. അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും വേഗം നമ്മൾ മുതിര ഒന്ന് വറുത്തിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കരിഞ്ഞു പോവരുത്, അതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി കേട്ടോ. കണ്ടോ, ഈ ഒരു കളറാണ് വേണ്ടത്. ഇനി ഫ്ലെയിം ഓഫാക്കി വെച്ചിട്ട് അതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതേ സമയം മക്രോണി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളയുക. ഇതിപ്പം ഞാൻ മക്രോണി കുറച്ച് അളവിൽ മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു മസാല മക്രോണി പോലെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പം വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയിട്ടെടുക്കലാണ്. ഈ സമയം കൊണ്ട് നമ്മളെ മുതിര ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പാത്രം ഇങ്ങനെ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണം. അതിനെക്കൊണ്ട് അതൊന്ന് വേവന്നിട്ട് കഴുകിയിട്ടെടുക്കലാണ്. ഇനി മക്രോണിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പം ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ഒരു ചോപ്പറിലേക്ക് ഇട്ടെടുക്കുന്നതാണ് കേട്ടോ. എല്ലാം കൂടി ഒപ്പരം തന്നെയാണ് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് ഇതിൽ ചോപ്പ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ചോപ്പായി കിട്ടും കേട്ടോ. നല്ല ഈസിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ചോപ്പർ. അതുമാത്രമല്ല, നമ്മളിങ്ങനെ ഉള്ളിയിൽ ഇങ്ങനെ കട്ടാക്കുന്ന സമയത്ത് കണ്ണിന്നും വെള്ളം വരും, അതെല്ലാം ഭയങ്കര ഒരു ഇടങ്ങാറില്ല. ഇതിലാകുമ്പോൾ ആ ഒരു ഇതൊന്നും ഇല്ലല്ലോ, നമുക്ക് നല്ലോണം നൈസായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ മക്രോണി വേവിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ട് ഉള്ളിൻ്റെ എല്ലാം ഒരു മിക്സിങ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം ഈ ഉള്ളിൽ ഒന്ന് നന്നായിട്ടൊന്ന് വാടിയിട്ട് വരട്ടെ. ഈ സമയം കൊണ്ട് മുതിരയെല്ലാം നന്നായിട്ടൊന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ മുതിര ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ഒരു ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ്.
വല്ലാണ്ട് അങ്ങോട്ടേക്ക് ഈ മുതിര പൊടിഞ്ഞു പോകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടെടുക്കേ വേണ്ടുള്ളൂ. നല്ലോണം പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയിട്ടെടുക്കുക കേട്ടോ. അതാ ഈ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനിയിപ്പം ഇതൊന്ന് കഴുകിയിട്ട് കുക്കറിൽ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പാണ് ഇട്ടെടുക്കുന്നത്. എന്നിട്ട് ഇതൊരു 2-3 വിസിലാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇത് നമ്മൾ പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് അടുപ്പത്ത് വെച്ചെടുക്കുക. ഈ സമയം കൊണ്ട് നമ്മളെ മക്രോണീൻ്റെ ഉള്ളിലെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ടേനു കേട്ടോ. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇത്ര പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് ആവശ്യമുള്ളത് ഞാനൊരു 1/2 കഷ്ണം ക്യാപ്സിക്കം ഒന്ന് ചോപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ടെടുത്തിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കലാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. തക്കാളി ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തക്കാളി ഇട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അതിടുന്നില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി കൂടിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. പിന്നെ നമ്മൾ മല്ലിച്ചപ്പല്ലേ അതെല്ലാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല, അതിനെക്കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഇതേ സമയത്ത് കുക്കറിൽ അവിടെ വിസിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ മുതിര ഇങ്ങനെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 വിസിലെല്ലാം ആയപ്പം ഞാൻ ഫ്ലെയിമിലൊന്ന് ഓഫാക്കി വെച്ചെടുത്തേനും. ഇനിയിപ്പോൾ അതിൻ്റെ ഇതെല്ലാം പ്രഷറെല്ലാം പോയി കഴിഞ്ഞപ്പം ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മൂടിയെല്ലാം തുറന്നിട്ട് ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ചൂടെല്ലാം തണിയട്ടെ, അതിനായിട്ടിട്ട് ഒന്നിങ്ങനെ തുറന്ന് വെക്കുക. ഇതേ സമയം നമ്മളെ മക്രോണിയെല്ലാം കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ ഫ്ലെയിമെല്ലാം ഒന്ന് ഓഫാക്കിയിട്ട് വെക്കുക കേട്ടോ. ഇനിയിപ്പം നെക്സ്റ്റ് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കണം. ഞാനിപ്പോൾ ഇന്ന് വെണ്ടക്കായും ഉരുളക്കയും കൂടി കൂടിയിട്ടുള്ള മെഴുക്ക് വരട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ടിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടായി വന്നപ്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പം കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈസിലാണ് ഞാൻ വെണ്ടക്കായും ഉരുളക്കയും കട്ടാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു വലിപ്പത്തിലാണ് കട്ടാക്കി എടുത്തത്. അതിൽ ഞാൻ ഉപ്പും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ പച്ചമുളകാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. വേറെ ഒന്നും അങ്ങനെ ഇട്ടെടുക്കുന്നില്ല. എന്നിട്ടിത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെക്കുക. എന്നിട്ടിത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ. അല്ലെങ്കിൽ വേഗം അടിക്ക് പിടിച്ചോവും. അതിനെക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ മീനും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നോക്കലാണ് കേട്ടോ. ഞാനിന്ന് പിന്നെ നമ്മളെ മാന്തളി മീനില്ലേ അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഉപ്പ് മുളകെല്ലാം പെരക്കിയിട്ട് വെച്ചിരിക്കുന്നു. അപ്പം അതും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കലാണ്. എനിക്കിങ്ങനെ കിച്ചൺ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എനിക്കുണ്ടെങ്കിൽ പിന്നെ അവിടെ കുക്കിംഗ് ചെയ്യുന്നതെന്ന് എനിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ. പ്രത്യേകിച്ച് മീൻ ക്ലീൻ ആക്കിയിട്ട ശേഷം കുക്ക് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ വേഗം ഫുഡെല്ലാം ഉണ്ടാക്കലാണ് കേട്ടോ. എന്നാൽ പിന്നെ ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ കടന്നോളല്ലോ. ഇനിയിപ്പോൾ കുക്കറിലുള്ള മുതിര ഞാനൊരു പാത്രത്തിലേക്ക് തണിയാൻ വേണ്ടിയിട്ട് വെക്കലാണ്. ഇത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ടെങ്കിൽ വേഗം തണിഞ്ഞെന്ന് കിട്ടുമല്ലോ. അതിനെക്കൊണ്ട് വലിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ട് കുക്കറും അങ്ങനെ അല്ലറ ചില്ലറ പാത്രത്തിലുണ്ടായി അതെല്ലാം ഒന്ന് വേഗം കഴുകിയിട്ടെടുക്കലാണ്. ഇങ്ങനെ അപ്പം ഇങ്ങനെ പാത്രം കഴുകുന്നത് കൊണ്ട് അങ്ങനെ കുറച്ച് പാത്രം കഴുകി എടുക്കാനുള്ളൂ. അതിനെക്കൊണ്ട് അതെല്ലാം ഒന്ന് വേഗം കയറ്റിയെടുക്കലാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല എനിക്കിങ്ങനെ ഫസ്റ്റ് തന്നെ എനിക്ക് കിച്ചൺ ക്ലീൻ ആക്കി ഇട്ടാലേ എനിക്ക് സമാധാനമാവുള്ളൂ കേട്ടോ. വേറെ എന്ത് ഫസ്റ്റ് ക്ലീൻ ആക്കി ഇട്ടിട്ടില്ലെങ്കിലും എനിക്ക് കിച്ചൺ ക്ലീൻ ആക്കി ഇടണം. പിന്നെ ക്ലീൻ ആക്കിയിട്ട് കിച്ചണിൽ എനിക്ക് കുക്ക് ചെയ്യാനും ഇഷ്ടമില്ല കേട്ടോ. അതിനെക്കൊണ്ടാണ് ഞാൻ വേഗം പണിയെല്ലാം തീർത്തിട്ട് കിച്ചൺ ക്ലീൻ ആക്കി ഇടുന്നത്. പിന്നെ എനിക്ക് നൈറ്റ് ഞാൻ കിച്ചണിൽ ഇങ്ങനെ കുക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വരുള്ളൂ കേട്ടോ. അതിനെക്കൊണ്ട് ഫസ്റ്റ് തന്നെ എനിക്ക് കിച്ചൺ ക്ലീൻ ആക്കിയിട്ടുള്ള മസ്റ്റാണ്. ഇനിയിപ്പോൾ പാത്രമെല്ലാം ഒന്ന് വേഗം കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. പാത്രമെല്ലാം കഴുകിക്കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളെ വെണ്ടക്കായ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടിയത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട്, അങ്ങനെ ഉടഞ്ഞ് പോകുന്നില്ല. അല്ലെങ്കിൽ വെണ്ടക്കായ ഉരുളക്കിഴങ്ങ് വേവാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് തന്നെ വെന്തെല്ലാം വന്നിട്ട് ഇനിയിപ്പം ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വെച്ചെടുക്കാം. ഇതേപോലെ തന്നെ മുതിര ഒന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മുതിര ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇതിലേക്ക് ഇനി കുറച്ച് തേങ്ങ കേട്ടോ തേങ്ങ ഇട്ടോ ചോദിച്ചാൽ ഇട്ട്, ഇല്ലേ ചോദിച്ചാൽ ഇല്ല. ആ ഒരു രീതിക്ക് ഇതാ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കുക. ഈ സമയം കൊണ്ട് ഇതാ മീനെല്ലാം ഹാഫ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മീനെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കലാണ്. ഇതേപോലെ തന്നെ കറി ഒന്ന് തൂമിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു മൺചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. മൺചട്ടി ചൂടായി വരുമ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരുമ്പം ഇങ്ങനെ ചെറുങ്ങനെ കട്ടാക്കി വെച്ചിട്ടുള്ള ഉള്ളിയില്ലേ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഉള്ളിയെല്ലാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മുതിരല്ലേ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ഞാൻ മിക്സിൻ്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒരു ലൂസ് പരുവത്തിലാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പം ഇതൊന്ന് തിളക്കാനേ ഉള്ളൂ. ഉപ്പെല്ലാം ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ഫുഡെല്ലാം ആക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ ഞാൻ ഡ്രസ്സെല്ലാം ഒന്ന് അലക്കാൻ വേണ്ടിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുന്നു കേട്ടോ. അപ്പം അതും അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം ഫുഡെല്ലാം ഇങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും ഡ്രസ്സെല്ലാം ഒരുവിധം അലക്കി തീരുമല്ലോ. അപ്പം അതും അതിൻ്റെ ഇടയിൽ കൂടെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കറിയും ആയിട്ടുണ്ട്, മീനും ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ മീനൊരു മൂടി എടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഈ ഗ്യാസിൻ്റെ ആ ഒരു ഏരിയയില്ലേ, അവിടെ നിന്ന് ഒന്ന് മാറ്റിയിട്ട് വെക്കലാണ് കേട്ടോ. അങ്ങനെ ഉച്ചക്കത്തേക്കുള്ള കറികളെല്ലാമായി. ഇനിയിപ്പോൾ ചോറ് ഇപ്പോൾ വെക്കില്ല കേട്ടോ. ചോറ് വെക്കാനുള്ള സമയമായിക്കില്ല, അത് കുറേ കഴിഞ്ഞിട്ട് വെക്കുള്ളൂ കേട്ടോ. അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ടൈമും ആയിക്കില്ല. ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. നന്നായിട്ട് പെരങ്ങി നിൽക്കുന്ന സമയത്താണെങ്കിൽ ഞാനിതാ ഗ്യാസിൻ്റെ ആ ഏരിയയിൽ ഇതേപോലെ വെള്ളം ഒഴിക്കും കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ടെടുക്കലാണ്. ഇങ്ങനെ മീനെല്ലാം പൊരിക്കുന്ന ദിവസം പ്രത്യേകിച്ച് കേട്ടോ നന്നായിട്ട് സോപ്പ് ഇട്ടിട്ട് കഴുകിയിട്ടെടുക്കും. മീനെല്ലാം ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് എണ്ണയെല്ലാം ഇങ്ങനെ ആടിയിടെല്ലാം തെറിക്കല്ല. അപ്പം നന്നായിട്ട് സോപ്പിട്ട് കഴിക്കലിൽ പിന്നെ ഒരു ജാതി ആയിരിക്കും കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിതാ നന്നായിട്ടൊന്ന് സോപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് കൈ എടുത്തിട്ടുണ്ട് കേട്ടോ, ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഏരിയ നന്നായിട്ട് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീനാക്കി എടുക്കണം. അതും ഇതാ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. വേസ്റ്റെല്ലാം കളഞ്ഞിട്ടുണ്ട്. പാത്രമെല്ലാം ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കിച്ചണിലുള്ള പണിയെല്ലാം തീർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ഏരിയ എല്ലാം ഒന്ന് കാണിച്ചു തരാം. അയാൻ എണിച്ചിക്കില്ല കേട്ടോ. ഇനി ഓൻ എണിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ ഒന്ന് ക്ലീനാക്കി എടുക്കലുള്ളൂ. കാരണം ബെഡ്റൂമെല്ലാം ക്ലീൻ ആക്കേണ്ടത് കൊണ്ട് ഓൻ എണീക്കണം. അപ്പം ഓൻ എണിച്ചതിന് ശേഷം മാത്രമേ ക്ലീൻ ആക്കുള്ളൂ. ഇനിയിപ്പോൾ ഇതാ അയാൻ എണീച്ച് ഓൻ്റെ ഫ്രഷ് ആവലും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രസ്സെല്ലാം ഒന്ന് അലക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഡ്രസ്സെല്ലാം ഒന്ന് മേലെ കൊണ്ടുപോയിട്ട് ആറിയിടലാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അടിക്കണം, തുടക്കണം, അത്രയേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ ഡെയിലി ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ ചെളിയും കാര്യങ്ങളും പൊടികളൊന്നും ഉണ്ടാവില്ല. അത് പെട്ടെന്ന് തന്നെ തീരും. അലക്കാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ, കുറച്ചേ ഉണ്ടാവുള്ളൂ. ഞാനിങ്ങനെ ഒന്നരാടല്ല അലക്കാനുള്ളൂ കേട്ടോ. അപ്പം അലക്കാനെല്ലാം കുറച്ചേ ഉള്ളൂ. പിന്നെ അയാനിതാ എന്നെ സഹായിക്കുന്നുണ്ട്, എനിക്ക് ഡ്രസ്സെല്ലാം എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഓനെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഓനെടുത്ത് തരലാണ്. ഇനിയിപ്പോൾ ഇതാ ഡ്രസ്സെല്ലാം ആറിയിട്ടതിന് ഇനിയിപ്പം ഇന്ന് വേഗം പണി തീർന്നത് കൊണ്ട് ഞാനിതാ ഈ ഒരു മേറ്റെല്ലാം ഒന്ന് അലക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഉള്ളെല്ലാം ഒന്ന് തുടച്ച് വരുമ്പോഴത്തേക്കും ഈ മേറ്റെല്ലാം ഒന്ന് ഉണങ്ങി കിട്ടും. അപ്പം അത് വേഗം ഒന്ന് കഴുകിയിടലാണ്. ഇനിയിപ്പോൾ ഇതാ അടിച്ചുവാരി തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാറ്റ് എനിക്ക് റെഡിയായി കിട്ടീന് കേട്ടോ, ഡ്രൈ ആയി കിട്ടിക്കുന്നു, നല്ലോണം ഉണങ്ങി കിട്ടിക്കുന്നു കേട്ടോ. അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇനിയിപ്പോൾ ഞാൻ വാഷ് ബേസിൻ്റെ അവിടെ വെക്കുന്ന ഈ ഒരു പ്ലാന്റ് ഇന്നലെ ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നന്നായിട്ട് അതിന് വെള്ളമെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് ഒന്ന് ഉള്ളിൽ കയറ്റി വെക്കണം. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്ന് കാര്യമായിട്ട് ചെയ്യാൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വ്യൂവേഴ്സിലുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.